തൃശൂർ റൗണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിങ്ഫിഷർ ട്രെയിനിംഗ് അക്കാദമിയാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത് അപമാനകരമാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ. ജനസമ്പർക്ക പരിപാടിയിലൂടെ മുഖ്യമന്ത്രി അഴിമതി നടത്തുകയായിരുന്നുവെന്നും ശൈലജ. നിറ്റ ജലാറ്റിൻ കമ്പനി പ്രശ്നം സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. കമ്പനി അടച്ചുപൂട്ടണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്ന് ആക്ഷൻ കൌൺസിൽ അംഗങ്ങൾ യോഗത്തിൽ നിന്നിറങ്ങിപ്പോയി. കട്ടിലപ്പൂവത്തും പടിഞ്ഞാറെ വെമ്പല്ലൂരിലും വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വ്യാപക നാശം. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഒട്ടേറെ മരങ്ങൾ കടപുഴകി. തീരദേശവാസികളെ ആശങ്കയിലാഴ്ത്തി കടൽക്ഷോഭം അതിശക്തമായി. പൊക്കാഞ്ചേരി, വാടാനപ്പള്ളി, എറിയാട് മേഖലകളിലാണ് കടൽക്ഷോഭം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അധോലോക നായകൻ രവി പൂജാരിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്ന് വ്യക്തമാക്കണമെന്ന് വിവാദ വ്യവസായി MK കുരുവിള. മുഖ്യമന്ത്രിക്കെതിരെയും മറ്റും പരാതിയുമായി മുന്നോട്ടു പോയാൽ വധിക്കുമെന്ന് രവി പൂജാരി ഭീഷണിപ്പെടുത്തിയതായും കുരുവിള. ഞാൻ സിജി ജോസ്. വാർത്തകൾ വിശദമായി. വലിയ അഴിമതി കഥയിലെ നായകൻ എന്ന് വ്യക്തമായിട്ടും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത് അപമാനകരമാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ പറഞ്ഞു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ തൃശൂർ തെക്കേ ഗോപുര നടയിൽ ആരംഭിച്ച രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. സോളാർ തട്ടിപ്പ് പോലെ ഉമ്മൻചാണ്ടിയുടെ മറ്റൊരു തട്ടിപ്പാണ് ജനസമ്പർക്ക പരിപാടി. 1 ലക്ഷം രൂപ നാട്ടുകാർക്ക് കൊടുക്കാൻ 1 കോടി രൂപയുടെ പന്തലാണ് ഇട്ടത്. ജനസമ്പർക്ക പരിപാടിയിലൂടെ മുഖ്യമന്ത്രി അഴിമതി നടത്തുകയായിരുന്നു. സോളാർ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രി രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തിയാൽ ഉമ്മൻചാണ്ടിയുടെ നെറികേടുകൾ പുറത്തുവരും. മുഖ്യമന്ത്രി കസേര ഇനി കിട്ടില്ലെന്ന് കരുതി കിട്ടിയ അവസരം മുതലാക്കി പരമാവധി കാശുണ്ടാക്കാനാണ് ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നത്. കോടികൾ തട്ടിയെടുക്കാൻ ആഭ്യന്തരമന്ത്രിയും ശ്രമിച്ചുവെന്നും KK ശൈലജ കൂട്ടിച്ചേർത്തു. CPI ജില്ലാ സെക്രട്ടറി CN ജയദേവൻ അധ്യക്ഷനായിരുന്നു. LDF ജില്ലാ കൺവീനർ K രാധാകൃഷ്ണൻ MLA, CPM സംസ്ഥാന കമ്മിറ്റി അംഗം NR ബാലൻ, LDF നേതാക്കളായ സുരേഷ് വാര്യർ, P ബാലചന്ദ്രൻ, KK ജോർജ്, CD ജോസ്, P ഗോപിനാഥ്, PK മണി എന്നിവർ സംസാരിച്ചു. രാപ്പകൽ സമരം 13 ദിവസം നീണ്ടുനിൽക്കും. നിറ്റ ജലാറ്റിൻ കമ്പനി പ്രശ്നം സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. കമ്പനി അടച്ചുപൂട്ടണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്ന് ആക്ഷൻ കൌൺസിൽ അംഗങ്ങൾ യോഗത്തിൽ നിന്നിറങ്ങിപ്പോയി. ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ താൽക്കാലികമായി നിർത്തിവെച്ച കമ്പനിയുടെ പ്രവർത്തനം നാളെ പുനരാരംഭിക്കും. ആക്ഷൻ കൌൺസിലിന്റെ ആവശ്യപ്രകാരം കമ്പനിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന നിർദ്ദേശം പ്രായോഗികമല്ലെന്നായിരുന്നു യോഗത്തിൽ ഉയർന്നുവന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള 10 വിദഗ്ധരടങ്ങിയ ഉദ്യോഗസ്ഥരെ പ്രശ്നപരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി നിയോഗിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 15-നകം ഇവർ റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുശേഷം ഉചിതമായ തീരുമാനമെടുക്കാമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ കമ്പനി മൂലം ദുരിതം നേരിടുന്ന അവസ്ഥ ഇനിയും തുടരാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ദുർഗന്ധം വമിക്കുന്ന അവസ്ഥ ഒഴിവാക്കുന്നതിനായി കേരളത്തിൽ നിന്നുള്ള മൃഗങ്ങളുടെ എല്ലുകളും മറ്റും സംസ്കരിക്കുന്ന നടപടി നിർത്തിവെക്കണമെന്ന് കമ്പനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് കളക്ടർ MS ജയ പറഞ്ഞു. ആക്ഷൻ കൌൺസിൽ അംഗങ്ങളെയും നാട്ടുകാരെയും പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ DGPയുടെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാൽ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതായി കളക്ടർ പറഞ്ഞു. കട്ടിലപ്പൂവം മേഖലയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വ്യാപക നാശം. വൻമരങ്ങൾ കടപുഴകി. നിരവധി വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. രാവിലെ 9:45ഓടെയാണ് മേഖലയിൽ ചുഴലിക്കാറ്റ് വീശിയടിച്ചത്. നിന്നക്കുഴി പുൽപ്പാറ സണ്ണിയുടെ വീടിന്റെ ഓടുകൾ കാറ്റിൽ പറന്നുപോയി. മരച്ചില്ല വീണ് വീടിന്റെ ആസ്ബറ്റോസ് ഷീറ്റുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. മേനോപുരം ജോസഫിന്റെ പറമ്പിലെ നിരവധി വൻമരങ്ങളും കാറ്റിൽ കടപുഴകി വീണു. മരങ്ങൾ വീണ് കാലായിൽ ചന്ദ്രന്റെ വീടിന് സമീപത്തെ കക്കൂസ് തകർന്നു. കൂടാതെ സമീപത്തെ പറമ്പുകളിലെ വാഴ, തെങ്ങ് തുടങ്ങിയവയും കാറ്റിൽ നിലംപൊത്തി. നിന്നക്കുഴി വാരിക്കുളം റോഡിലെ വൈദ്യുതി പോസ്റ്റിൽ മരം വീണ് കമ്പികൾ പൊട്ടി മേഖലയിലെ വൈദ്യുതി ബന്ധവും തകരാറിലായി. മറ്റൊരു വീടിന്റെ അലൂമിനിയം മേൽക്കൂരയും കാറ്റിൽ ഇളകിത്തെറിച്ചു. മഴയൊഴിഞ്ഞ സമയത്ത് അപ്രതീക്ഷിതമായാണ് വൻ ശബ്ദത്തോടെ കാറ്റ് വീശിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതോടൊപ്പം താണിക്കുടം മേഖലയിലുണ്ടായ കാറ്റിൽ കരുവാൻകാടിൽ ചെമ്മിൻചിയിൽ രാജുവിന്റെ വീടിന്റെ അലുമിനിയം ഷീറ്റോടുകൂടിയ മേൽക്കൂര പറന്നുപോയി. സമീപത്തെ മറ്റൊരു വീടിന്റെ വൈദ്യുതി ബന്ധവും കാറ്റിൽ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്.
കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് ചുഴലിക്കാറ്റ് 7ഓളം വീടുകൾ ഭാഗികമായി തകർത്തു. നിരവധി ഫലവൃക്ഷങ്ങൾ കടപുഴകി വീണു. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ കടലിനോട് ചേർന്ന് 1.5 കിലോമീറ്റർ പ്രദേശത്താണ് ചുഴലിക്കാറ്റ് വീശിയത്. ഇന്ന് വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. ശക്തമായ കാറ്റിൽ മരം വീണും മറ്റും 7 വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. ചിമ്മിനിയിലും കോടശ്ശേരിയിലും ഭൂചലനം. ചിമ്മിനി ഡാമിന്റെ സമീപ പ്രദേശങ്ങളായ എച്ചിപ്പാറ, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എന്നിവിടങ്ങളിലാണ് ഇന്ന് വൈകിട്ട് 7:32 വീണ്ടും ഭൂചലനം അനുഭവപ്പെട്ടത്. വൻ ശബ്ദത്തോടുകൂടിയാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഉണ്ടായതിനേക്കാൾ വലിയ ശബ്ദവും ചലനവും അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറയുന്നു. ഭൂചലനത്തിന്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ 2.6 രേഖപ്പെടുത്തി. ഭൂചലനം 2.7 സെക്കൻഡ് സമയം നീണ്ടുനിന്നു. വീടുകളിലെ പാത്രങ്ങൾ മറിഞ്ഞു വീഴുകയും കട്ടിലിൽ കിടന്നിരുന്നവർ വീഴുകയും ചെയ്തതായി പറയുന്നു. എച്ചിപ്പാറ സെന്റർ, ഗവൺമെന്റ് സ്കൂൾ പരിസരങ്ങളിലാണ് കൂടുതൽ ഭൂചലനം അനുഭവപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ ഡാമിന് സമീപമുണ്ടായ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 2.3 ആയിരുന്നു തീവ്രത. ഇന്നലെ ഉച്ചതിരിഞ്ഞ് 4:42-നും 6:05-നുമാണ് ഭൂചലനം ഉണ്ടായത്. ഡാമിൽ നിന്ന് 5 കിലോമീറ്റർ തെക്ക് കിഴക്ക് മാറിയായിരുന്നു ഭൂചലനത്തിന്റെ ഉത്ഭവം. കഴിഞ്ഞ 18-നും ചിമ്മിനിയിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. തുടർച്ചയായി ഭൂചലനങ്ങൾ ഉണ്ടാകുന്നതുമൂലം പ്രദേശവാസികൾ ഭീതിയിലാണ്. ചാലക്കുടി കോടശ്ശേരി പഞ്ചായത്തിലെ രണ്ടുകൈയിൽ ഇന്നു രാത്രി 7:30യോടെയാണ് നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത്. മലയോരത്ത് വൻ ശബ്ദം കേൾക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. വീടുകൾക്കകത്ത് ചെറിയ കുലുക്കവുമുണ്ടായി. എന്നാൽ നാശനഷ്ടങ്ങളുണ്ടായതായി വിവരമില്ല. തീരദേശവാസികളെ ആശങ്കയിലാഴ്ത്തി പൊക്കാഞ്ചേരി, വാടാനപ്പള്ളി, ഏങ്ങടിയൂർ മേഖലകളിൽ കടൽക്ഷോഭം അതിശക്തമായി. സീവാൾ റോഡ് തകരുകയും 250ഓളം വീടുകൾ വെള്ളക്കെട്ടിലാവുകയും ചെയ്തു. ഇന്ന് ഉച്ചയോടെയാണ് കടൽക്ഷോഭം കൂടുതൽ ശക്തി പ്രാപിച്ചത്. പൊക്കാഞ്ചേരിയിൽ സ്വകാര്യ റിസോർട്ടും ആൾതാമസമില്ലാത്ത വീടും ഏത് നിമിഷവും നിലംപൊത്താവുന്ന വിധം വിള്ളൽ വന്നിരിക്കുകയാണ്. ഗണേശമംഗലം ബീച്ച് മുതൽ പൊക്കാഞ്ചേരി വരെയുള്ള സീവാൾ റോഡിൽ പല ഭാഗങ്ങളിലായി മണൽത്തിട്ടകൾ രൂപപ്പെട്ടു. റിസോർട്ടിന് വടക്കുഭാഗത്തെ സീവാൾ റോഡ് പൂർണ്ണമായും തകർന്നു. തകർന്ന കടൽ ഭിത്തിയിലൂടെ ഒഴുകിയെത്തിയ കൂറ്റൻ തിരമാലകൾ തകർത്ത റോഡിന്റെ അവശിഷ്ടങ്ങൾ 100 മീറ്ററോളം അകലേക്കാണ് ഒഴുകിപ്പോയത്. റിസോർട്ടിന്റെയും തകർന്ന വീടിന്റെയും ചുറ്റുമതിലും പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. പൊക്കാഞ്ചേരി മേഖലയിൽ 20ഓളം വീടുകൾ പൂർണ്ണമായും വെള്ളക്കെട്ടിലാണ്. നിരവധി തെങ്ങുകളും കാറ്റാടി മരങ്ങളുമാണ് പൊക്കാഞ്ചേരിയിൽ മാത്രം കടപുഴകിയിട്ടുള്ളത്. സീവാൾ റോഡും കടന്ന് ഒഴുകിയെത്തിയ കടൽ വെള്ളം വീടുകൾക്ക് ചുറ്റും കനത്ത വെള്ളക്കെട്ട് സൃഷ്ടിച്ചു. ഇത് ഒഴിവാക്കുന്നതിനായി നാട്ടുകാർ വെള്ളക്കെട്ട് കൈത്തോട്ടിലൂടെ തിരിച്ചുവിട്ടു. വാടാനപ്പള്ളി ബീച്ചിൽ പഴയ ചാപ്പ പൂർണ്ണമായും തകർന്നു. കടൽക്ഷോഭം പല ഭാഗങ്ങളിലും കൂടുതൽ കര കവരുകയാണ്. എറിയാട് പഞ്ചായത്തിൽ വീണ്ടും കടൽക്ഷോഭം. എറിയാട് ചേരമാൻ പടിഞ്ഞാറുവശം ലൈറ്റ് ഹൌസ് പരിസരം എന്നിവിടങ്ങളിലാണ് കടലാക്രമണം അനുഭവപ്പെടുന്നത്. 20-ാം വാർഡിൽ ഉൾപ്പെട്ട പ്രദേശത്ത് ജനവാസ പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറി. ഈ പ്രദേശത്ത് കടൽഭിത്തി ഇല്ലാത്തതാണ് കടലാക്രമണത്തിന് കാരണമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റിടങ്ങളിലെല്ലാം കടൽഭിത്തി നിർമ്മാണവും അറ്റകുറ്റപ്പണിയും നടക്കുമ്പോൾ തങ്ങളുടെ പ്രദേശത്തെ മാത്രം അധികൃതർ അവഗണിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. കടലിനോട് ചേർന്ന് വീടുകളില്ലെന്ന കാരണത്താൽ കടൽഭിത്തി നിർമ്മിക്കാത്ത ഈ പ്രദേശത്ത് ഇപ്പോൾ ശക്തമായ കടലാക്രമണമാണ്. കൊഴുക്കുള്ളി സ്വദേശിനി ഇന്ദിരയെ കൊലപ്പെടുത്തിയെന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ പുത്തൂരിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. ചീയാരം കൊച്ചുദ്രേസ്യ വധക്കേസിലെ പ്രതികളായ ലത, സുധീഷ് എന്നിവരെയാണ് പുത്തൂർ കോക്കാത്ത് കോളനിയിൽ ഇവർ താമസിച്ചിരുന്ന വാടക വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ഈ വീട്ടിൽ വെച്ച് പ്രതികൾ ഇന്ദിരയെ കൊലപ്പെടുത്തി മൃതദേഹം കുറ്റൂർ വരടിയം തോട്ടിൽ തള്ളിയെന്ന് പോലീസിനോട് മൊഴി നൽകിയിരുന്നു. പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. കേച്ചേരി മഴുവഞ്ചേരിയിൽ ചരക്കു ലോറിക്ക് പിന്നിൽ കണ്ടെയ്നർ ലോറി ഇടിച്ച് ഒരാൾ മരിച്ചു. ഡൽഹി സ്വദേശി 28 വയസ്സുള്ള ജിതേന്ദ്രാണ് മരിച്ചത്. ഇന്നലെ രാത്രി 12 മണിയോടെയായിരുന്നു അപകടം. കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ലോറികളാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ചയാളുടെ മൃതദേഹം അമല ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കുന്നുകുളം അഗ്നിശമന സേന എത്തി വണ്ടി വെട്ടിപ്പൊളിച്ചാണ് ഇയാളെ പുറത്തെടുത്തത്. ഇയാളുടെ സഹോദരനും ലോറി ഡ്രൈവറുമായ ഹരീന്ദർ പരിക്കേറ്റ് അമല ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുന്നുകുളം പോലീസ് കേസെടുത്തു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അധോലോക നായകൻ രവി പൂജാരിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്ന് വ്യക്തമാക്കണമെന്ന് വിവാദ വ്യവസായി MK കുരുവിള ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി 3 ദിവസത്തിനകം അധോലോക നായകൻ രവി പൂജാരി തന്നെ ഫോണിൽ വിളിച്ച് ഭീഷണി മുഴക്കിയതായി കുരുവിള പറഞ്ഞു. മുഖ്യമന്ത്രിക്കും ബന്ധുവായ ആൻഡ്രൂസിനും പേഴ്സണൽ സ്റ്റാഫ് ഡെൽജിത്തിനുമെതിരെ പരാതിയുമായി മുന്നോട്ടുപോയാൽ നിങ്ങളുടെ കുടുംബത്തെയടക്കം വധിക്കുമെന്നായിരുന്നു ഭീഷണി. ജാമ്യവ്യവസ്ഥയനുസരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഒപ്പിടാൻ പുതുക്കാട് സർക്കിൾ ഓഫീസിലെത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കുരുവിള. തനിക്കെതിരെ നടത്തുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും അത് തെളിയിക്കുന്നതിനുള്ള രേഖകൾ തന്റെ കൈവശമുണ്ടെന്നും കുരുവിള ആവർത്തിച്ചു.
മണി ചെയിൻ മാതൃകയിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ പേരാമംഗലം സ്വദേശി ബിജേഷ്, ആമ്പല്ലൂർ സ്വദേശി സുനിൽ എന്നിവരുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തുവെന്ന പരാതിയിലായിരുന്നു കുരുവിള അറസ്റ്റിലായത്. ജൂലൈ 16-നായിരുന്നു കുരുവിളയ്ക്ക് ജാമ്യം ലഭിച്ചത്. എല്ലാ ബുധനാഴ്ചകളിലും അന്വേഷണ ഉദ്യോഗസ്ഥനായ പുതുക്കാട് സർക്കിൾ ഇൻസ്പെക്ടറുടെ ഓഫീസിലെത്തി ഒപ്പിടണം എന്നതടക്കമുള്ള വ്യവസ്ഥകളിലായിരുന്നു ജാമ്യം. മുഖ്യമന്ത്രിയുടെ ബന്ധുവും പേഴ്സണൽ സ്റ്റാഫും ചേർന്ന് കുരുവിളയുടെ 1.25 കോടി രൂപ തട്ടിച്ചു എന്ന കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. മുസ്ലിം മതവിശ്വാസികൾക്കൊപ്പം പുണ്യ റംസാനിലെ നോമ്പെടുത്ത് മതസൗഹാർദ്ദത്തിന്റെ പര്യായമായി മാറുകയാണ് TN പ്രതാപൻ MLA. കാളത്തോട് തണൽ VMV ഓർഫനേജിലെ അന്തേവാസികൾക്ക് ഇഫ്താർ വിരുന്ന് നൽകിയാണ് 14-ാം നോമ്പ് MLA തുറന്നത്. ഈ നോമ്പുതുറ മതസൗഹാർദ്ദത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രതീകമാണ്. നോമ്പുതുറ വിഭവങ്ങൾക്കൊപ്പം സ്നേഹവും വിളമ്പി TN പ്രതാപൻ MLA മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയാവുകയാണ്. കാളത്തോട് തണൽ VMV ഓർഫനേജിലെ 210ഓളം അന്തേവാസികൾക്കാണ് MLAയുടെ വകയായി ഇഫ്താർ വിരുന്ന് നൽകിയത്. ഓർഫനേജിലെ അനാഥരായ വിദ്യാർത്ഥികൾ, ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർ, വികലാംഗർ, അഗതികൾ, മാനസിക രോഗികൾ, വൃദ്ധർ തുടങ്ങിയ അന്തേവാസികൾക്ക് MLA നോമ്പുതുറ വിഭവങ്ങൾ വിളമ്പി. MLAയെ കണ്ടപ്പോൾ പലർക്കും സന്തോഷം. ചിലരുടെ സങ്കടം അണപൊട്ടിയൊഴുകി. പരാതികളും പരിഭവങ്ങളും സങ്കടവുമെല്ലാം MLAയെ അറിയിച്ചപ്പോൾ സ്നേഹവാക്കുകളും തലോടലുകളുമായി അന്തേവാസികളെ MLA സമാശ്വസിപ്പിച്ചു. വിശുദ്ധ റമദാനിലെ ഒറ്റ വ്രതാനുഷ്ഠാനവും നഷ്ടപ്പെടുത്താത്ത ഒരു സാധാരണ മനുഷ്യനാണ്. ശരിക്കും ഈ വർഷം വളരെയേറെ ഹൃദയത്തിൽ തട്ടിയ വികാരം ഈ തണലിലെ ഇവിടെയുള്ള ഉമ്മമാരും പെങ്ങന്മാരും കൊച്ചുമക്കളും ഉൾപ്പെടെയുള്ളവരുമായി ഈ റമദാൻ്റെ പകുതി പിന്നിടുന്ന സന്ദർഭത്തിൽ അവരുമായി ഇന്നത്തെ നോമ്പുതുറയിൽ പങ്കെടുക്കാൻ പറ്റിയത് വലിയ ഒരു പുണ്യകർമ്മമായി കരുതുകയാണ്. ആത്മസംസ്കരണത്തിന്റെയും പുണ്യങ്ങളുടെയും പൂക്കാലവുമായ റംസാനിൽ മനസ്സും ശരീരവും സ്ഫുടം ചെയ്ത് അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് മുസ്ലിം മതവിശ്വാസികൾ നോമ്പെടുക്കുമ്പോൾ ഹൈന്ദവ വിശ്വാസിയായ TN പ്രതാപൻ MLAയും ഇവരോടൊപ്പം നോമ്പനുഷ്ഠിക്കാറുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി നോമ്പെടുത്തതെന്ന് MLA ഓർക്കുന്നു. ഇപ്പോൾ തുടർച്ചയായ 17 വർഷമായി റംസാനിലെ മുഴുവൻ നോമ്പും MLA അനുഷ്ഠിക്കുന്നുണ്ട്. സുഹൃത്തുക്കളും അയൽവാസികളും ഇസ്ലാം മത വിശ്വാസികളായതിനാലാണ് റംസാൻ നോമ്പ് അനുഷ്ഠിക്കാൻ പ്രചോദനമായതെന്ന് MLA പറയുന്നു. ക്രൈസ്തവരുടെ നോമ്പാചരണത്തിനൊപ്പം നോമ്പെടുത്തും മണ്ഡലകാലത്തിൽ നോമ്പെടുത്ത് ശബരിമല തീർത്ഥാടനം നടത്തിയും ഇപ്പോൾ റംസാൻ നോമ്പെടുക്കുകയും ചെയ്യുന്ന ഈ ജനപ്രതിനിധി മതസൗഹാർദ്ദത്തിന്റെ പര്യായമായി MLAമാരിൽ വ്യത്യസ്തനാവുകയാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് ഇസ്ലാം മതവിശ്വാസികൾക്കൊപ്പം നോമ്പിന്റെ വ്രതശുദ്ധിയിലാണ് TN പ്രതാപൻ MLA. പകുതി നോമ്പ് പിന്നിട്ട ഇദ്ദേഹം മുഴുവൻ നോമ്പും പൂർത്തിയാക്കാൻ നോമ്പിന്റെ നിർവൃതിയിലേക്ക് സ്വയം അലിയുകയാണ്. TCV ന്യൂസ്, തൃശൂർ. കൊടകര ടൗണിൽ കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കെട്ടിടങ്ങൾ രാത്രിയിൽ ഇടിച്ചു നിരത്തിയ സംഭവത്തിൽ ഒളിവിലായിരുന്ന പ്രതികൾ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. കെട്ടിടങ്ങളുടെ ഉടമയായ നന്ദിപുലം സ്വദേശി കുണ്ടനി സതീർത്ഥ്യൻ, ഇയാളുടെ ഡ്രൈവർ ആറ്റപ്പിള്ളി വെളുത്തെടത്ത് സുനീഷ്, ആലുവ സ്വദേശി മണർക്കാട്ടിൽ ഹാരിസ്, ആലുവ ഒളിയന്നൂർ സ്വദേശികളായ പനഞ്ചിക്കുഴിയിൽ സൈനുദ്ദീൻ, കോട്ടപ്പള്ളിയിൽ മുഹമ്മദ് അസ്ലാം, ആലുവ അശോകപുരം സ്വദേശി ചൈത്രം വീട്ടിൽ വിജയകൃഷ്ണൻ നായർ എന്നിവരാണ് കൊടകര പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. കോടതിയിൽ പ്രതികൾ നൽകിയ ജാമ്യാപേക്ഷയിന്മേൽ ജില്ലാ ജഡ്ജി ഇവരോട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു. ഇതേ തുടർന്നായിരുന്നു കീഴടങ്ങൽ. കോടതി നിർദ്ദേശപ്രകാരം കൊടകര പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് ഇരിങ്ങാലക്കുട സെഷൻസ് കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ മെയ് 29-നാണ് കൊടകര ടൗണിലെ ചർച്ച് റോഡിൽ പ്രവർത്തിച്ചിരുന്ന 10 കച്ചവട സ്ഥാപനങ്ങൾ അർദ്ധരാത്രിയിലെത്തിയ ഒരു സംഘം JCBയും മറ്റും ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയത്. വിവരമറിഞ്ഞെത്തിയ ബേക്കറി ഉടമയെ സംഘം മാരകായുധങ്ങളുമായി ഭീഷണിപ്പെടുത്തിയായിരുന്നു ഇടിച്ചു നിരത്തൽ. JCBകൾ ഉപയോഗിച്ച് 15 മിനിറ്റുകൾക്കകം കടകൾ പൊളിച്ച് വാഹനങ്ങളുമായി സംഘം രക്ഷപ്പെടുകയായിരുന്നു. കടകളിലുണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും നശിപ്പിച്ചിരുന്നു. ടൗൺ വികസനത്തിന്റെ ഭാഗമായി റോഡരികിൽ പുതിയതായി നിർമ്മിച്ച് ടൈൽ വിരിച്ച നടപ്പാതയ്ക്കും കേടുപറ്റിയിരുന്നു. ബേക്കറി ഉടമ അൽജോയുടെ മൊഴിയനുസരിച്ച് കണ്ടാലറിയാവുന്ന 6 പേർക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചുവെങ്കിലും കൊടകര പോലീസിന് പ്രതികളെ പിടികൂടാനായില്ല. പ്രവർത്തിച്ചു വന്നിരുന്ന സ്ഥാപനങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ച് ഇല്ലാതാക്കിയവരെ പിടികൂടി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കൊടകരയിൽ വ്യാപാരികളും വിവിധ സംഘടനകളും രംഗത്തെത്തിയിരുന്നു. 2 മാസത്തോളമായിട്ടും പ്രതികളെ കണ്ടെത്താത്തത്
പോലീസ് അനാസ്ഥയാണ് എന്ന ആക്ഷേപം ശക്തമായിരുന്നു. സംഭവത്തെ തുടർന്ന് ഒളിവിലായിരുന്ന പ്രതികൾ ജാമ്യ ഉപാധികളോടെയാണ് പോലീസിനു മുന്നിൽ കീഴടങ്ങിയത്. TCV ന്യൂസ്, കൊടകര. ഇടവേള. തൃശൂർ റൗണ്ടപ്പ് തുടരുന്നു. ഇനി TCV ന്യൂസ് ക്യാമ്പയിൻ വാടാതിരിക്കട്ടെ കുരുന്നുബാല്യങ്ങൾ. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഏറിവരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2008 മുതലുള്ള പോലീസ് ക്രൈം റെക്കോർഡ് പ്രകാരം കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ അടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ ഗണ്യമായ വർധനവാണുള്ളത്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക പീഡനങ്ങൾ 4 വർഷത്തിനിടയിൽ ഇരട്ടിയിലധികം വർദ്ധിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2008 കുട്ടികൾക്കെതിരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 215 ലൈംഗിക അതിക്രമങ്ങളാണ്. 2009 235 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2010 208 കേസുകളാണെങ്കിൽ 2011 ഇരട്ടിയിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2011 423 കേസുകളും 2012 455 കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 2013 മാർച്ച് മാസത്തിനകം 159 കേസുകൾ ഈ വിധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾ കൊല ചെയ്യപ്പെട്ട സംഭവങ്ങളിൽ കാര്യമായ വർധനവില്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2008 37, 2009 44, 2010 42, 2011 47, 2012 34 എന്നിങ്ങനെയാണ് കൊലപാതകങ്ങളുടെ കണക്ക്. ഈ വർഷം മാർച്ചിനകം 10 കുട്ടികൾ കൊല ചെയ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകലും കാണാതാകലും വർദ്ധിക്കുന്ന കണക്കുകളാണ് ലഭ്യമാകുന്നത്. 2008 87, 2009 83, 2010 111, 2011 129, 2012 147 എന്നിങ്ങനെയാണ് തട്ടിക്കൊണ്ടുപോകൽ, കുട്ടികളെ കാണാതാകൽ എന്നീ സംഭവങ്ങളുടെ കണക്ക്. കുട്ടികൾക്കെതിരെയുള്ള വിവിധങ്ങളായ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിലാണ് ഭീകരമായ വർധനവുള്ളത്. 2008 153 കേസുകളാണ് ഈ വിധം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെങ്കിൽ 2011-12 വർഷങ്ങളിൽ 4 ഇരട്ടിയോളം വർധനമാണുള്ളത്. 2009 206 കേസുകളും 2010 211 കേസുകളുമാണ് കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചത്. 2011 835 കേസുകൾ ഈ വിധം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2012 664 കുറ്റകൃത്യങ്ങളാണ് കുട്ടികൾക്കെതിരെ ഉണ്ടായത്. 2013 മാർച്ച് മാസം വരെ 270 കേസുകൾ ഈ വിധം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടികൾക്കെതിരെയുണ്ടായ മൊത്തം കേസുകളുടെ എണ്ണത്തിലും ഇരട്ടിയിലധികം വർധനവ് 4 വർഷത്തിനിടെ ഉണ്ടായിട്ടുണ്ട്. 2008 549 കേസുകളും 2009 589 കേസുകളും 2010 596 കേസുകളുമാണ് ഉണ്ടായിട്ടുള്ളത്. 2011-12 വർഷങ്ങളിലാണ് കേസുകൾ ഇരട്ടിയിലധികമായിട്ടുള്ളത്. 2011 1452 കേസുകളും 2012 1324 കേസുകളും കുട്ടികൾക്കെതിരെയുള്ള വിവിധ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. 2013 മാർച്ച് വരെ 480 കേസുകളാണ് സംസ്ഥാനത്തൊട്ടാകെ ഈ വിധം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. TCV ന്യൂസ്, തൃശൂർ. സാംസ്കാരിക കേരളം ഷെഫീഖ് എന്ന കുരുന്നിനോട് ചെയ്ത ക്രൂരതയ്ക്ക് സാംസ്കാരിക നഗരിയുടെ മാപ്പപേക്ഷ. കുഞ്ഞെ മാപ്പ് എന്ന പേരിലാണ് സ്വരാജ് റൗണ്ടിൽ ഷെഫീഖിനായി കുറ്റബോധം നിറഞ്ഞ വാക്കുകൾ കുറിച്ചിട്ടുള്ളത്. ആവശ്യത്തിനും അനാവശ്യത്തിനും ഫ്ലക്സ് ഉയരുന്ന നാട്ടിൽ കുഞ്ഞു ഷെഫീഖിന്റെ വേദന ഏറ്റുവാങ്ങിയ ഫ്ലക്സാണ് സാംസ്കാരിക നഗരിയുടെ ഇടനെഞ്ചിലെ വേദന പങ്കുവയ്ക്കുന്നത്. കട്ടപ്പനയിൽ മാതാപിതാക്കളുടെ കൊടിയ പീഡനത്തിനിരയായി മരണാസന്നനായ ഷെഫീഖിനെ കുറ്റബോധവും പ്രായശ്ചിത്തവും നിറഞ്ഞ അക്ഷരാഭിവാദ്യമാണ് ഈ കുറിപ്പിന്റെ അടയാളവാക്യം. മരണത്തിന്റെ വക്കിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചുവരുന്ന ഷെഫീഖിന്റെ കുരുന്നു മനസ്സിനോട് സംവദിക്കുന്ന ഈ വാക്കുകൾ ആർദ്രമായ ഒരു മനസ്സിന്റെ നൊമ്പരമാണ്, ഏറ്റുപറച്ചിലാണ്. നിന്നെ പീഡനങ്ങളിൽ നിന്നും രക്ഷിക്കാനാകാതെ പോയ സമൂഹത്തിനു വേണ്ടി, നിന്റെ വേദനകൾ തിരിച്ചറിയാനും പരിഹരിക്കാനും സാധിക്കാതിരുന്ന ഭരണകൂടത്തിനു വേണ്ടി മാപ്പപേക്ഷയാണ് ഈ കുറിപ്പിലുള്ളത്. ഒരു സംഘടനയുടെയോ പേരോ പബ്ലിസിറ്റിയോ ഇല്ലാതെ സ്ഥാപിക്കപ്പെട്ട ഈ ബോർഡിലെ കാവ്യാക്ഷരങ്ങൾ സംസാരിക്കുന്നത് കണ്ണീരിൽ കുതിർന്ന സാംസ്കാരിക നഗരിയുടെ നൊമ്പരമാണ്. ഈ കുറിപ്പ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: കരിമ്പടം പുതച്ച ഈ കർക്കിടക രാവിൽ പെയ്യുന്നത് മഴയല്ല ഷെഫീഖ്, മനസാക്ഷി മരിക്കാത്ത മലയാളത്തിന്റെ കണ്ണീരാണ്. ഇനിയും ഇതാവർത്തിക്കില്ലെന്ന പ്രതിജ്ഞയോടെ ഈ യുവത നിന്റെ മുന്നിൽ തലകുനിക്കുകയാണ്. TCV ന്യൂസ്, തൃശൂർ.
ഇരിങ്ങാലക്കുട ഉണ്ണായിവാരർ കലാനിലയത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കുന്നുവെന്ന പരാതി അന്വേഷിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ PO ജോർജ് പറഞ്ഞു. കുട്ടികളുടെ അടിസ്ഥാന വിദ്യാഭ്യാസം നിഷേധിക്കുന്നതായും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയതായും പരാതി ലഭിച്ചിട്ടുണ്ട്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നേരിട്ട് തെളിവെടുപ്പ് നടത്തി നടപടിയെടുക്കുമെന്ന് കമ്മിറ്റി ചെയർമാൻ TCVയോട് പറഞ്ഞു. പത്രവാർത്തകൾ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ കമ്മിറ്റിക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് കുട്ടികളുടെ അവകാശങ്ങൾ നിഖനിക്കപ്പെടുന്നുണ്ട്. അത് അന്വേഷിച്ചതിന് ശേഷം തീർച്ചയായിട്ടും കുട്ടികളെ അപകടകരമായിട്ടൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നടപടികൾ എടുക്കുമെന്ന് തന്നെയാണ് പറയാൻ പറ്റുക. ചാവക്കാട് മുനക്കക്കടവിൽ കടലിൽ മുങ്ങി മരിച്ചവരുടെ കുടുംബങ്ങൾക്കും കാണാതായവരുടെ കുടുംബങ്ങൾക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇക്കഴിഞ്ഞ 6-നാണ് കുന്നംകുളം സ്വദേശികളായ 5 യുവാക്കൾ ചാവക്കാട് മുനക്കക്കടവിൽ തിരയിൽപ്പെട്ടത്. ഇത് കീഴൂർ സ്വദേശികളായ അരുൺ, രഞ്ജിത്ത്, ഇന്ദിരാനഗർ സ്വദേശി വിശാൽ എന്നിവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. കീഴൂർ സ്വദേശി കാർത്തിക്, ഗുരുവായൂർ റോഡിൽ പുലിക്കോട്ടിൽ ജഫിൻ എന്നിവരെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ജയിൽ ചാടിയ റിപ്പർ ജയാനന്ദനെ പിടികൂടാൻ കണ്ടൽക്കാടുകളും ചെമ്മീൻ ഫാമുകളും കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിൽ ലക്ഷ്യം കണ്ടില്ല. ബുധനാഴ്ച നടത്തിയ തെരച്ചിലിൽ ജയാനന്ദനെക്കുറിച്ച് സൂചന പോലും ലഭിച്ചില്ല. കൂടുതൽ അംഗബലവും സജ്ജീകരണങ്ങളും ഇല്ലാതെയാണ് ഇപ്പോഴും ജയാനന്ദനായി തിരച്ചിൽ നടത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നടത്തിയ തിരച്ചിലിനെ അപേക്ഷിച്ച് പൊതുജന പങ്കാളിത്തം കൂടുതൽ ഉണ്ടായിരുന്നെങ്കിലും പോലീസിന്റെ കാര്യത്തിൽ മാറ്റമുണ്ടായിട്ടില്ല. ജയിൽ ചാടിയ ജയാനന്ദനെ പിടികൂടുന്നതിൽ ആഭ്യന്തര വകുപ്പ് കാണിക്കുന്ന താൽപ്പര്യമില്ലായ്മയാണ് കൂടുതൽ പോലീസിന് തിരച്ചിലിന് വേണ്ടി നൽകാത്തതിന്റെ കാരണമെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. നിറ്റ ജലാറ്റിൻ കമ്പനിക്ക് സംരക്ഷണം നൽകാൻ 750ഓളം പോലീസിനെ നിയോഗിച്ച പശ്ചാത്തലത്തിൽ ജയിൽ ചാടിയ ജയാനന്ദനെ പിടികൂടാൻ അതിന്റെ 1% പോലും നൽകിയിട്ടില്ലെന്നാണ് ആക്ഷേപം. ഇക്കാര്യം തിരച്ചിലിനെത്തിയ പലരും പോലീസിനോട് തുറന്നു പറഞ്ഞു. മാള CI PK മനോജ് കുമാർ, SI സജിൻ ശശി എന്നിവരുടെ നേതൃത്വത്തിൽ ദിവസങ്ങളായി തിരച്ചിൽ നടത്തുകയാണ്. ബുധനാഴ്ച നടത്തിയ തിരച്ചിലിന് നേതൃത്വം നൽകാൻ പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല നൌഷാദ്, വൈസ് പ്രസിഡന്റ് തോമസ് പാറശ്ശേരി, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരുമുണ്ടായിരുന്നു. 100ഓളം വരുന്ന നാട്ടുകാരാണ് തിരച്ചിലിന് 25ഓളം പോലീസുകാർക്കൊപ്പം ഉണ്ടായിരുന്നത്. വഞ്ചികളിൽ സഞ്ചരിച്ചാണ് കാടുകളിലെത്തിയത്. നെയ്തക്കുടി, മാളക്കടവ്, കൊമ്പത്തുകടവ്, അടാക്ക്, എലഞ്ഞിക്കൽ ഫാം എന്നിവിടങ്ങളിലാണ് തിരച്ചിൽ നടത്തിയത്. ഇവിടത്തെ തുരുത്തുകളിൽ കയറി തിരച്ചിൽ നടത്തിയെങ്കിലും ജയാനന്ദൻ എത്തിയതായി സൂചന ലഭിച്ചില്ലെന്ന് പോലീസ് പറഞ്ഞു. നമ്മളിവിടെ ഇപ്പോൾ എലഞ്ഞിക്കൽ ഫാമിൻ്റെ അവിടെ നിന്ന് ഒരു 300ഓളം പേര് അടങ്ങുന്ന ഒരു സംഘം ഇപ്പോൾ സെർച്ചിന് പോയിരിക്കുകയാണ്. അത് നെയ്തക്കുടി, കൊമ്പത്തുകടവ്, അടാക്ക്, പിന്നെ മാളക്കടവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ സെർച്ചിന് വേണ്ടിയിട്ട് ഓരോ ടീമുകൾ പോയിട്ടുണ്ട്. 30ഓളം പോലീസുകാരെ അടങ്ങുന്ന ഒരു സംഘമാണ് ഇപ്പോൾ അവർ കൂടെയുള്ളത് അനുഗമിക്കുന്നത്. പോലീസുകാരന് ഓരോ ചാർജ് കൊടുത്തിട്ടുണ്ട്. അവർ ഇവിടെയൊക്കെ നല്ല ഒരു കോമ്പിംഗ് സെർച്ച്, അതായത് അരിച്ചു പറക്കി ചീകിയെടുക്കുക എന്നുള്ളതാണ് കോമ്പിങ്ങിൻ്റെ ഒരു അർത്ഥം. അതേപോലെയുള്ള ഒരു സെർച്ചിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും സെർച്ച് നടത്തിയിട്ട് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ എത്തും. ജയാനന്ദൻ ഇവിടെ ഒളിവിൽ കഴിഞ്ഞിരുന്നെങ്കിലും ജലമാർഗം രക്ഷപ്പെടാൻ നിരവധി സാധ്യതകളാണുള്ളത്. ഈ മാർഗങ്ങൾ എല്ലാം അടച്ച് കൂടുതൽ സേനയും സജ്ജീകരണങ്ങളും ഒരുക്കി ഒരേ സമയം വ്യാപകമായ തിരച്ചിൽ നടത്താൻ വൈകി എന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. തിരുവനന്തപുരം, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഏതാനും പേരും തിരച്ചിലിൽ പങ്കെടുത്തിരുന്നു. രാവിലെ 10 മണിയോടെ ആരംഭിച്ച തിരച്ചിൽ 2 മണിയോടെ അവസാനിപ്പിച്ചു. തിരച്ചിൽ കാണാൻ നിരവധി പേരാണ് കരയിലുണ്ടായിരുന്നത്. യുവാക്കളുടെ കൂട്ടമാണ് തിരച്ചിലിന് മുന്നിലുണ്ടായിരുന്നത്. ഓരോ ദിവസവും തിരച്ചിൽ നടത്തുമ്പോൾ ജനപങ്കാളിത്തം ഏറിയത് പോലീസിന് ആശ്വാസമായി മാറി. TCV ന്യൂസ്, മാള. 4 പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് തൃശൂർ ചെമ്പൂക്കാവിൽ കുടിവെള്ള വിതരണം നിലച്ചു. 3 ദിവസമായി കുടിവെള്ള വിതരണം മുടങ്ങിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് പരാതി. ചെമ്പൂക്കാവ് മ്യൂസിയം റോഡിൽ 3ഇടത്തും MTIയോട് ചേർന്നുള്ള വഴിയിലുമാണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. മ്യൂസിയം റോഡിൽ ടാറിങ്ങിന്റെ വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി വൈദ്യുതി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനായി പഴയ പോസ്റ്റുകൾ പറിച്ചെടുത്തപ്പോഴാണ് കുടിവെള്ള വിതരണ പൈപ്പുകൾ പൊട്ടിയത്. 3ഇടത്താണ് ഇത്തരത്തിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. സമീപവാസികൾ ഇക്കാര്യം കോർപ്പറേഷൻ അധികൃതരെയും വാട്ടർ അതോറിറ്റിയെയും അറിയിച്ചെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തി കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ ആരും തയ്യാറായില്ലെന്ന് സമീപവാസിയായ മഹേഷ് പറയുന്നു. 3 ദിവസമായി ചെമ്പുക്കാവ് ഈ പരിസരത്ത് വെള്ളം മുടങ്ങിയിട്ട് ചെമ്പുക്കാവ് ക്ഷേത്ര പരിസരം, ഈ മ്യൂസിയം റോഡ്,
തുടങ്ങിയ ഭാഗങ്ങളിൽ കഴിഞ്ഞ 3 ദിവസമായിട്ടും വെള്ളമില്ല. അത് ഈ പോസ്റ്റ് മാറുന്നതിൻ്റെ ഭാഗമായിട്ട് പോസ്റ്റ് മാറിയിട്ടാണ് ഈ ഒരു പൈപ്പ് ലൈൻ പൊട്ടിയിട്ടുള്ളത്. അപ്പോൾ പൈപ്പ് ലൈൻ പൊട്ടിയ സമയത്ത് അവർ പറഞ്ഞത് ഇത് ഞങ്ങൾ തന്നെ മാറ്റി തരും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നു ഇത് PWDയുടെ PWD പറയുന്നു കോർപ്പറേഷൻ്റേതാണ്. ഇവിടുത്തെ കൗൺസിലറുടെ അടുത്ത് ചോദിച്ചപ്പോൾ കൗൺസിലർ പറയുന്നത് മേയറുടെ അടുത്ത് ഇത് പറഞ്ഞുകൊണ്ട് 3 ദിവസമായി കുത്തിയിരിപ്പ് നടത്തുകയാണ്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് 3 ദിവസമായിട്ട് ഇവിടെ കുടിവെള്ളമില്ല. ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ സ്ഥിതി. കൂടാതെ ITIയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള റോഡിലും പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ടാറിംഗ് ഇളകി ഇവിടെ വലിയ കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അതേസമയം ചെമ്പൂക്കാവ് ഡിവിഷനിലെ കരാറുകാരൻ അറ്റകുറ്റപ്പണികൾ ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്നും മേയർ ഇടപെട്ട് മറ്റൊരു കരാറുകാരനെ കൊണ്ട് അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഡിവിഷൻ കൗൺസിലർ പ്രൊഫസർ അന്നം ജോൺ പറഞ്ഞു. ഒരു ദിവസത്തിനുള്ളിൽ അറ്റകുറ്റപ്പണികൾ നടത്തി കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുമെന്നും കൗൺസിലർ അറിയിച്ചു. ആധാരമെഴുത്ത് തൊഴിൽ മേഖലയിൽ സ്റ്റാമ്പിംഗ്, ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നിവ ഏകപക്ഷീയമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ച് ആധാരമെഴുത്തുകാർ ചിയാരം സബ് രജിസ്ട്രാർ ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി വിൻസെന്റ് കാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ തൃശൂർ യൂണിറ്റ് പ്രസിഡന്റ് AV രമേശ് ബാബു അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KL അലക്സ്, തൃശൂർ യൂണിറ്റ് സെക്രട്ടറി KL സിംസൺ, ട്രഷറർ തോമസ് വടക്കൻ എന്നിവർ സംസാരിച്ചു. ആധാരമെഴുത്ത് മേഖല സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാർ ഇന്നു മുതൽ സംസ്ഥാന വ്യാപകമായി അനിശ്ചിതകാല IG ഓഫീസ് ഉപരോധവും സബ് രജിസ്ട്രാർ ഓഫീസ് ധർണയും പണിമുടക്കും നടത്തുകയാണ്. ബസ്സുകളിൽ യാത്രക്കാരുടെ ബാഗ് തുറന്ന് മോഷണം നടത്തുന്ന 2 തമിഴ് നാടോടി സ്ത്രീകളെ തൃശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. സേലം സ്വദേശികളായ ലളിത, മീനാക്ഷി എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. പടിഞ്ഞാറേക്കോട്ടയിൽ ബസ് ഇറങ്ങി പോലീസുകാരെ കണ്ടപ്പോൾ ഓടിയതിനെ തുടർന്നാണ് ഇവരെ പിടികൂടി ചോദ്യം ചെയ്തത്. ഇവരിൽ ലളിതയുടെ പേരിൽ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്. സാരിയുടെ മുകളിൽ ചുരിദാർ ധരിച്ചാണ് ബസ്സുകളിൽ മോഷണം നടത്തുക. മോഷണത്തിനു ശേഷം ചുരിദാർ മാറ്റുമെന്നതിനാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ലെന്നും ഇവർ സ്ഥിരമായി ബസ്സുകളിലാണ് മോഷണം നടത്തുന്നതെന്നും പോലീസ് പറഞ്ഞു. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കൂട്ടിയിട്ടിരുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്തു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. കാട് പിടിച്ചു കിടക്കുന്ന സ്റ്റേഷൻ പരിസരം വൃത്തിയാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയിടുന്ന ഭാഗത്താണ് ദിവസങ്ങളായി മാലിന്യങ്ങൾ കുന്നുകൂടി കിടന്നിരുന്നത്. ട്രെയിൻ യാത്രക്കാർ ഉപേക്ഷിച്ചു പോകുന്ന മാലിന്യങ്ങളാണ് സ്റ്റേഷൻ പരിസരത്ത് കൂട്ടിയിടുന്നത് എന്നായിരുന്നു നാട്ടുകാരുടെ ആരോപണം. ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം TCV റിപ്പോർട്ട് നൽകിയതിനെ തുടർന്നാണ് നടപടിയായത്. നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയിരുന്ന മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ TCV നടത്തിയ ഇടപെടലാണ് സഹായകരമായതെന്ന് പരിസരവാസിയായ സലീം പറഞ്ഞു. തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നവീകരിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സാരഥികൾക്ക് സ്വീകരണവും നൽകി. സിറ്റി പോലീസ് കമ്മീഷണർ P. പ്രകാശ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് VI വർഗീസ് അധ്യക്ഷനായിരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ്, ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ M. ജയപ്രകാശ്, ചേംബർ ഓഫ് കൊമേഴ്സ് ഡയറക്ടർമാരായ TS അനന്തരാമൻ, PM തോമസ്, സെക്രട്ടറി ജോർജ് കുറ്റിച്ചാക്കു എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷന് പിറകിൽ പുതിയതായി നിർമ്മിച്ച തിരുവെങ്കിടം റോഡിൽ നിറയെ വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന സ്കൂൾ ബസ് താഴ്ന്നു. ഡ്രൈവറുടെയും നാട്ടുകാരുടെയും സംയോജിത ഇടപെടൽ മൂലം വൻ അപകടം ഒഴിവായി. ചാവക്കാട് അമൃത വിദ്യാലയത്തിലെ മിനി ബസ്സാണ് ഇന്ന് രാവിലെ 8:30 റോഡരികിൽ താഴ്ന്നത്. എതിരെ വന്നിരുന്ന കാറിന് സൈഡ് നൽകാനായി ബസ് ഇറക്കിയെടുത്തതോടെ ഉറയ്ക്കാത്ത മണ്ണിൽ താഴുകയായിരുന്നു. LKG മുതൽ +1 വരെയുള്ള 50ഓളം വിദ്യാർത്ഥികളാണ് ബസ്സിലുണ്ടായിരുന്നത്. താഴ്ന്ന ബസ് മുന്നോട്ടെടുക്കാനുള്ള ശ്രമത്തിനിടയിൽ കാനയിലേക്ക് ചെരിയാൻ തുടങ്ങി. ഉടൻ തന്നെ വിദ്യാർത്ഥികളെ ഡ്രൈവറുടെ സീറ്റിനടുത്തുള്ള വാതിലിലൂടെ പുറത്തേക്കിറക്കി. വിദ്യാർത്ഥികളെ പിന്നീട് മറ്റു വാഹനങ്ങൾ വരുത്തി സ്കൂളിലേക്ക് കൊണ്ടുപോയി. ഉച്ചയ്ക്ക് 12ഓടെ ടിപ്പർ ലോറി കൊണ്ടുവന്നാണ് താഴ്ന്ന ബസ് ഉയർത്തിയത്. കുഴിയും ചെളിയുമായ ചളിങ്ങാട് കോഴിത്തുമ്പ് റോഡിൽ 2ഇടത്ത് സ്കൂൾ വണ്ടികൾ ചെരിഞ്ഞ് ചെളിയിൽ താഴ്ന്നു. 2ഇടത്തും തലനാരിഴയ്ക്ക് അപകടം ഒഴിവായി. റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടതിനാൽ ആകെയുള്ള ബസിന്റെ ട്രിപ്പും മുടങ്ങി. പെരിഞ്ഞനം മഹ്മുദിയ സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്ന ടെമ്പോ ട്രാവലറാണ് ഇന്ന് രാവിലെ റോഡിലെ ചെളിയിൽ പൂണ്ടത്. ഇതേ തുടർന്ന് സ്കൂളിലെ തന്നെ മിനി ബസ് കുട്ടികളെ കൊണ്ടുപോകാനായി വരുത്തുകയായിരുന്നു.
കുട്ടികളെ കയറ്റി യാത്ര തുടങ്ങിയ ഉടനെ മിനി ബസ് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കവേ ചെളിയിൽ താഴ്ന്നു. ഇതിനിടെ എതിരെ വന്ന ബസ്സിന് കടന്നുപോകാൻ ഇടമുണ്ടാക്കുന്നതിന് മിനി ബസ് കയർ കെട്ടി വലിച്ചതോടെ കൂടുതൽ ചെളിയിലേക്ക് ആണ്ടുപോവുകയായിരുന്നു. 50 മീറ്റർ വ്യത്യാസത്തിലാണ് ഇരു വാഹനങ്ങളും ചെളിയിൽ പൂണ്ടത്. ഇവയ്ക്ക് നടുവിലായി ബസ്സും കുടുങ്ങുകയായിരുന്നു. കേരള സംസ്ഥാന വ്യാപാരി സമിതി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വ്യാപാരി ക്ഷേമനിധി അംഗത്വ കാർഡ് വിതരണവും പുതിയ രജിസ്ട്രേഷൻ സ്വീകരിക്കലും തൃശൂരിൽ നടന്നു. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി ഉദ്ഘാടനം ചെയ്തു. സമിതി ജില്ലാ പ്രസിഡന്റ് ജോസ് തെക്കേത്തല അധ്യക്ഷത വഹിച്ചു. സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുമാരി ബാലൻ അംഗത്വ കാർഡ് വിതരണവും സമിതി ജില്ലാ സെക്രട്ടറി KM ലെനിൻ മുഖ്യപ്രഭാഷണവും നടത്തി. ടിപ്പർ എർത്ത് മൂവേഴ്സ് സമിതി സംസ്ഥാന സെക്രട്ടറി രാജൻ ഡയമണ്ട്, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി PJ ജോയ്, ട്രഷറർ മിൽട്ടൺ J തലക്കോട്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത് അപമാനകരമാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ. ജനസമ്പർക്ക പരിപാടിയിലൂടെ മുഖ്യമന്ത്രി അഴിമതി നടത്തുകയായിരുന്നുവെന്നും ശൈലജ. നിക്ട ജലാറ്റിൻ കമ്പനി പ്രശ്നം സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. കമ്പനി അടച്ചുപൂട്ടണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്ന് ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കട്ടിലപ്പൂവത്തും പടിഞ്ഞാറെ വെമ്പല്ലൂരിലും വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വ്യാപക നാശം. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഒട്ടേറെ മരങ്ങൾ കടപുഴകി. തീരദേശവാസികളെ ആശങ്കയിലാഴ്ത്തി കടൽക്ഷോഭം അതിശക്തമായി. പൊക്കാഞ്ചേരി, വാടാനപ്പള്ളി, എറിയാട് മേഖലകളിലാണ് കടൽക്ഷോഭം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അധോലോക നായകൻ രവി പൂജാരിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്ന് വ്യക്തമാക്കണമെന്ന് വിവാദ വ്യവസായി MK കുരുവിള. മുഖ്യമന്ത്രിക്കെതിരെയും മറ്റും പരാതിയുമായി മുന്നോട്ടു പോയാൽ വധിക്കുമെന്ന് രവി പൂജാരി ഭീഷണിപ്പെടുത്തിയതായും കുരുവിള. തൃശൂർ റൗണ്ട് പൂർണ്ണമാകുന്നു. ശുഭരാത്രി. തൃശൂർ റൗണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിച്ചത് കിങ്ഫിഷർ ട്രെയിനിംഗ് അക്കാദമിയാണ്.